ഹായ് ഗൈസ്. സോ നമ്മൾ ഇന്നലെ ചെയ്ത കാർഡിൻ്റെ കവറാണ് ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നത്. സോ നമുക്കിപ്പം ഹെവി മെഷീനറിയോ അതുപോലെ ബൾക്കായിട്ട് കട്ട് ചെയ്യാനുള്ളൊരു എക്വിപ്മെൻറ്റോ ഒന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ ഓരോ ഷീറ്റും ഇൻഡിവിജ്വലി മെഷർ ചെയ്ത് കട്ട് ചെയ്യാനേ ഇപ്പോൾ പറ്റത്തുള്ളൂ. സോ നമുക്ക് അത് സ്റ്റാർട്ട് ചെയ്യണം. അപ്പം ഞാൻ ഇന്നലെ പറഞ്ഞ പോലെ ഇൻവിറ്റേഷൻസ് ഈ വീക്ക് തന്നെ കൊടുക്കണം എന്നാണ് എൻ്റെ ഒരു പ്ലാൻ. ബിക്കോസ് ഇനി വരുന്ന ഇപ്പം ക്രിസ്മസ് ഇസ് അറൗണ്ട് ദ കോർണർ. അതുപോലെ തന്നെ നമുക്ക് 2-3 വർക്ക് ഇങ്ങനെ വന്ന് നിൽപ്പുണ്ട്. അപ്പം ഇതെല്ലാം സിൻസ് ഇറ്റ്സ് എ വൺ മാൻ ആർമി, ഇതെല്ലാം പ്രോപ്പറായിട്ട് ഓർഗനൈസ്ഡ് ആയിട്ട് ഓൺ ടൈം പോയില്ലെങ്കിൽ എല്ലാം കൂടെ ക്ലാഷ് ആവും. സോ ലെറ്റ്സ് സ്റ്റാർട്ട് വിത്ത് അവർ ഡേ ടുഡേ. സോ ഇതാണ് നമ്മുടെ കവറിന് യൂസ് ചെയ്യുന്ന ഷീറ്റ്, എ ബ്യൂട്ടിഫുൾ ഷെയ്ഡ് ഓഫ് പർപ്പിൾ. ദിസ് സ്കോറിംഗ് ബോർഡ് റൈറ്റ് ഹിയർ ഇസ് വാട്ട് വി ഗോണ യൂസ് ടുഡേ. മെഷർമെൻറ്റ് എടുക്കാനൊക്കെ വളരെ കൺവീനിയൻ്റ് ആണ്. കുറച്ച് ടൈം കൺസ്യൂമിങ് ആണ്, പക്ഷേ നമുക്കിപ്പോൾ വേറെ ഓപ്ഷനില്ല. അധികം മെനക്കെട്ട പണിയാണെങ്കിലേ ഐ ലവ് ഡൂയിങ് ദിസ്. ബിക്കോസ് എന്നാ പറയുന്നത്, എനിക്ക് ഈ ഓർഗനൈസ് ചെയ്ത് വൃത്തിക്ക് മെഷർ ചെയ്ത് നീറ്റ് ആൻഡ് ഐഡിയ ആക്കി സെറ്റ് ചെയ്യുന്നതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. കുറച്ച് പെർഫെക്ഷനിസ്റ്റ് എന്ന് വേണമെങ്കിൽ വിളിക്കാം. ഐ നോ ബീങ് എ പെർഫെക്ഷനിസ്റ്റ് ഇസ് നോട്ട് എ ഗുഡ് തിങ്. പക്ഷേ എവിടെയെങ്കിലും ചെറിയൊരു ചിലപ്പോൾ അത് ആൾക്കാർ ശ്രദ്ധിക്കത്ത് പോലുമില്ല. പക്ഷേ എനിക്ക് എൻ്റെ കണ്ണിൽ പെട്ടാൽ ചെറിയൊരു വളവുണ്ട്, തിരിവുണ്ട് എന്നൊക്കെ കണ്ട് എനിക്കത് റെക്ടിഫൈ ചെയ്യാതെ എനിക്ക് സമാധാനം പറ്റില്ല. ഞാൻ ചിലപ്പോൾ വിചാരിക്കും വിട്ട് കളാം, കുഴപ്പമില്ല. പക്ഷേ ലൈക്ക് നോ, ദാറ്റ്സ് നോട്ട് ഗോയിങ് ഔട്ട് ഓഫ് ദിസ് പ്ലേസ് ലുക്കിംഗ് ലൈക്ക് ദാറ്റ്. വർക്കൊക്കെ ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ആണ്. നമ്മൾ കട്ടിംഗ് ഒക്കെ കഴിഞ്ഞല്ലോ, കട്ടിങ് കഴിഞ്ഞു. ഇനി ആകെ അസംബ്ലിയും കൂടെ ഉള്ളൂ. അത്ര ടൈമൊന്നും എടുക്കത്തില്ല. ഇനി ടൈം എടുക്കാൻ പോകുന്നത് ഒന്ന് റിബൺ എല്ലാം കെട്ടി അസംബിൾ ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ. അപ്പോൾ അത് വലിയ ഇഷ്യൂ ഒന്നുമില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് അലൻ വിളിച്ചു. അലൻ ഇസ് ദ വൺ ഫോർ ഹൂം വി ആർ മേക്കിംഗ് ദീസ് കാർഡ്സ്. അപ്പം അലൻ വിളിച്ചല്ല, മെസ്സേജ് അയച്ചു. എന്തായി കാര്യങ്ങൾ, ഓൾ സെറ്റ് അല്ലേ ചോദിച്ചു. അപ്പം അലൻ ഇസ് ഫ്രം കുവൈറ്റ്. അപ്പം അലൻ്റെ ഫ്രണ്ട് ത്രൂ ആണ് നമ്മൾ ഇത് അലൻ്റെ വീട്ടിലെത്തിക്കുന്നത്. വീട് തിരുവല്ലയാണ്. അപ്പം ഞാൻ പറഞ്ഞു ഇന്ന് വൈകുന്നേരം അല്ലെങ്കിൽ നാളെ ഉച്ചയ്ക്ക് മുന്നേ ആളെ വിട്ടു, സാധനം റെഡിയാവും എന്ന് പറഞ്ഞു. അപ്പം അലൻ പറഞ്ഞു ഞാൻ ചുമ്മാ ചോദിച്ചെന്നേ ഉള്ളൂ, ഫ്രണ്ട് ഇസ് ലീവിങ് ഫോർ ചെന്നൈ. സോ നമുക്ക് നെക്സ്റ്റ് വീക്കിൽ, പുള്ളി ഈ സൺഡേ എത്തത്തുള്ളൂ തിരിച്ച്. അപ്പം നെക്സ്റ്റ് വീക്കിലേക്ക് കേട്ടപ്പോൾ ഓക്കെ, കുറച്ചുകൂടെ ടൈം കിട്ടി, സാവധാനം ചെയ്യാം എന്നുള്ളത്. പിന്നെ വിചാരിച്ചു, പിന്നെ പെട്ടെന്ന് വരുന്ന തോട്ട് ഓക്കെ ഇതിനി പിന്നെ ചെയ്യാം, ബാക്കി ചെയ്യാനുള്ളതൊക്കെ വേറെ കാര്യങ്ങൾ ചെയ്യാം. പിന്നെ ഒരു ശീലം അത് എൻ്റെ ഒരു പല ശീലമാണ്. ലൈക്ക് ഒരു കാര്യം ചെയ്താൽ അത് കംപ്ലീറ്റ് ചെയ്യാതെ അടുത്തതിലോട്ട് പോകുന്നത് ലാക്ക് ഓഫ് ഫോക്കസിൻ്റെ പ്രശ്നമാണ്. അത് ഞാനങ്ങ് മാറ്റാൻ തീരുമാനിച്ചു. അതുകൊണ്ട് ഏതൊരു കാര്യം അണ്ടർടേക്ക് ചെയ്താലും അത് കംപ്ലീറ്റ് ചെയ്യാതെ അടുത്തതിലോട്ട് പോകരുത് എന്നുള്ളത് ഫിക്സേറ്റ് ചെയ്തു. അതൊരു 2 weeks ആയിട്ട് ഞാൻ പ്രാക്ടീസ് ചെയ്ത് വരുന്നതാണ്. അത് ആ ശീലം മാറ്റണം എന്ന് എനിക്ക് വലിയ നിർബന്ധം. ഇതൊന്നും കളയത്തില്ല കേട്ടോ, ഇതെല്ലാം സൂക്ഷിച്ച് വെച്ചേക്കും. ഇതെല്ലാം ഞാൻ ഇപ്പം 2 സൈസിലായിട്ടായിരിക്കും. അപ്പോൾ ഇതെല്ലാം സ്റ്റാക്ക് ചെയ്തിട്ട് ഞാൻ കബോർഡിനകത്ത് കയറ്റും. നാളെ നമുക്കിത് റീയൂസ് ചെയ്യാമല്ലോ എന്നുള്ള രീതിയിൽ. അപ്പം അങ്ങനെ അടുക്കി വെച്ച് ഇപ്പോൾ കബോർഡ് നിറച്ചു ഈ പേപ്പറാണ്. എൻ്റെ ഒരു ബാസ്ക്കറ്റ് ഉണ്ടായിരുന്നേ, അപ്പോൾ ഇതിനകത്തെല്ലാം ഞാൻ എടുത്തു വെക്കും. ഇത് റോളിൽ നിന്ന് എടുത്തോണ്ടേ ഇത് കുറച്ച് കേർവായിട്ടിരിക്കും. ഇനി ഇതെല്ലാം ഫ്ലാറ്റൻ ചെയ്യണം. എന്നിട്ടാണ് നമ്മൾ കട്ടിങ്ങും ബാക്കി റിബൺ ടൈം ഒക്കെ സ്റ്റാർട്ട് ചെയ്യാം. ബ്യൂട്ടിഫുൾ കളറല്ലേ, കണ്ടോ? എല്ലാം കുറച്ച് ഫ്ലാറ്റ് ആയിട്ടില്ല, കണ്ടോ? ഇതെല്ലാം കുറച്ച് കേർവായിട്ടല്ലേ ഇരിക്കുന്നത്. എല്ലാം അങ്ങനെ തന്നെ, കാരണം റോളിൽ നിന്ന് സ്ട്രെയിറ്റ് ഞാൻ കട്ട് ചെയ്തെടുത്തത് കൊണ്ടാണ്. സോ ഇനി ഇത് നമ്മൾ ഫ്ലാറ്റൻ ചെയ്യും. ഫ്ലാറ്റൻ ചെയ്യുമെന്ന് പറയുമ്പോൾ ഒന്നുമില്ല, ഇത് ഒരു ബുക്കിനകത്ത് എടുത്ത് വെച്ചിട്ട് വെയിറ്റ് എടുത്ത് തന്നെ മണ്ടയ്ക്ക് വെക്കും. കുറച്ച് അധികം ക്വാണ്ടിറ്റി ഉള്ളത് കൊണ്ട് നമ്മൾ പാർട്ട് ബൈ പാർട്ടായിട്ടായിരിക്കും ചെയ്യുന്നത്. സോ എല്ലാം നമുക്ക് ബൈ ഈവനിങ് കുറേ ബുക്ക് എടുത്ത് വെച്ചു, കുറേ അധികം ബുക്കുണ്ടല്ലോ, അപ്പോൾ അതെല്ലാം എടുത്താണ് മണ്ടയ്ക്ക് എടുത്ത് വെച്ചിരുന്നാൽ വൈകുന്നേരം ആകുമ്പോഴത്തേക്കും സെറ്റാവും. എന്നിട്ട് വേണം നമുക്ക് കട്ടിങ് സ്റ്റാർട്ട് ചെയ്യാൻ. കട്ടിങ് പിന്നെ ഇനി നെക്സ്റ്റ് നമുക്ക് പഞ്ച് ഹോൾ അടിക്കണം ടാഗിൽ. സോ ലെറ്റ്സ് ഡു ദാറ്റ്.
ആക്ച്വലി ദിസ് ഇസ് വൺ ഓഫ് ദി ബെസ്റ്റ് ദ മോസ്റ്റ് ഇൻട്രസ്റ്റിംഗ് പാർട്ട് ഫോർ മീ. വെറുതെ ഇരുന്നിങ്ങനെ കുറേ അടിച്ചടിച്ചടിച്ച്. സോ നമ്മൾ കാർഡ്സ് ഓൾറെഡി ഫ്ലാറ്റൺ ചെയ്യാൻ വെച്ചു. സോ ലെറ്റ്സ് ജസ്റ്റ് ചെക്ക് ഇഫ് ദ ഫൈൻ ഓർ നോട്ട്. ബിക്കോസ് ഇപ്പം തന്നെ ഒരു 2-3 മണിക്കൂറായി ഇരിക്കാൻ തുടങ്ങിയിട്ട്. ലെറ്റ്സ് സീ. ലുക്സ് ലൈക്ക് കുറച്ച് നേരം കൂടി ഇരിക്കണം എന്ന് തോന്നുന്നു. അതെ, കുറച്ചധികം നേരം ഇരിക്കണം. ഇറ്റ്സ് സ്റ്റിൽ കർവ്ഡ്. അപ്പോൾ നമ്മൾ സമയം കളയുന്നില്ല. ഇനിയിപ്പോൾ കോർണേഴ്സും എഡ്ജസും കൂടെ ഒന്ന് ട്രിം ചെയ്ത് നമുക്കിപ്പോൾ അതൊക്കെ അസംബിൾ ചെയ്യാം. എന്നിട്ട് നമുക്ക് ഫ്ലാറ്റൻ ചെയ്യാൻ വെക്കാമല്ലോ. ടൈം വെറുതെ കളയണ്ട. എഡ്ജസ് ഒക്കെ ഇംപെർഫെക്റ്റ് ആയിട്ടിരിക്കുന്നത് ഭയങ്കര ഡിസ്കംഫർട്ടാണ്. സോ വി ഗോണ ട്രിം ദീസ് എഡ്ജസ് ആൻഡ് നമുക്ക് പതുക്കെ കാർഡ് ഇൻസേർട്ട് ചെയ്ത് സ്റ്റാർട്ട് ചെയ്യാം. കുറച്ചൊക്കെ ഐബോളിംഗ് ആണ്. ആദ്യമൊക്കെ ഞാൻ പെർഫെക്റ്റ് ആയിട്ടൊക്കെ എടുക്കാം. പിന്നെ അത് പ്രാക്ടിക്കൽ വേ ഓഫ് വർക്കിംഗ് അല്ല എന്ന് മനസ്സിലായി. സോ ഓക്കെ അല്ലേ. ഇനി ഇതിൻ്റെ കോർണേഴ്സും കൂടെ നമുക്കൊന്ന് ക്ലിപ്പ് ചെയ്യാം. ഇനി റിബൺസ് കൂടെ കെട്ടാനുണ്ട്. അത് നാളത്തേക്ക് നമുക്ക് റെഡിയാക്കാം. ഇനി കുറച്ച് നേരം റെസ്റ്റ്. ബാക്കിയൊക്കെ നമുക്ക് നാളെ. See you tomorrow.